PV Anwar MLA പാണക്കാട് എത്തിയിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തെ പാണക്കാട് തങ്ങളെ സന്ദർശിക്കാനായി PV Anwar എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തന്നെ ലീഗ് നേതാക്കളെ PV Anwar കാണും എന്ന് അറിയിച്ചിരുന്നു. തനിക്ക് പിന്തുണ നൽകിയതിന് നന്ദി പറയാൻ വേണ്ടിയാണ് പാണക്കാട് എത്തുന്നത് എന്നാണ് PV Anwar MLA നേരത്തെ പ്രതികരിച്ചത്. മീഡിയയുമായി ചേർന്നപ്പോൾ അവരുടെ പിന്തുണയ്ക്ക് താൻ നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് കൂടിക്കാഴ്ച എന്നാണ് PV Anwar MLA പ്രതികരിച്ചത്. പക്ഷേ UDF-ലേക്കുള്ള നീക്കങ്ങൾ PV Anwar MLA സജീവമാക്കുന്നതിനിടെയാണ് ഇപ്പോൾ പാണക്കാടുള്ള സന്ദർശനം എന്നുകൂടി പറയേണ്ടി വരും. അതിന് പിന്നാലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളുമായും PV Anwar കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. ഇരിക്ക് ചാരിയിരിക്കണേ നിലമ്പൂർ MLA PV Anwar പാണക്കാട് എത്തിയിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് PV Anwar MLA ഇപ്പോൾ പാണക്കാട് എത്തിയിരിക്കുന്നത്. UDF-ലേക്കുള്ള PV Anwar MLA-യുടെ പ്രവേശനം സംബന്ധിച്ച ചർച്ച സജീവമാകുന്നതിനിടെയാണ് ഇപ്പോൾ പാണക്കാട് PV Anwar MLA എത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ലീഗ് നേതാക്കളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുമായടക്കം ഇന്ന് കൂടിക്കാഴ്ചയുണ്ട്. നേരത്തെ മീഡിയ വണ്ണുമായി ചേർന്നപ്പോൾ PV Anwar ലീഗ് നേതാക്കളെ കാണുമെന്ന് വ്യക്തമാക്കിയിരുന്നു. തനിക്ക് നൽകിയ പിന്തുണയിൽ നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് താൻ ലീഗ് നേതാക്കളെ കാണുന്നത്. പാണക്കാടെത്തി നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് കൂടിക്കാഴ്ച എന്നാണ് അൻവറിന്റെ പ്രതികരണം. നന്ദു ഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, അവിടെ പാണക്കാട് എത്തിയിട്ടുണ്ട്. PV Anwar-നൊപ്പം ആരൊക്കെയുണ്ട്? ഇന്നിനി പാണക്കാട് എത്തിയ ശേഷം മറ്റാരൊക്കെയായി കൂടിക്കാഴ്ചയുണ്ട്? ഈ ഒരു ജയിൽ മോചനത്തിന് ശേഷം PV Anwar ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം UDF-നൊപ്പം താൻ ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെയും അൻവർ സമാനമായ കാര്യം തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ പാണക്കാടേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അവരെ കണ്ട് തന്റെ പിന്തുണ അറിയിക്കാനുള്ള ഒരു നീക്കമാണ് PV Anwar നടത്തുന്നത്. നമുക്ക് അറിയുന്നത് പോലെ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തിയാണ് ലീഗ്. ഒപ്പം മലപ്പുറത്ത് ഏറ്റവും ശക്തിയുള്ള ഒരു രാഷ്ട്രീയ സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പിന്തുണ ലീഗിന്റെ ഭാഗത്തു നിന്നും അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ലീഗിന്റെ പിന്തുണ കൂടെ ലഭിച്ചാൽ UDF-ലേക്കുള്ള തന്റെ ഒരു പ്രവേശനം കൂടുതൽ എളുപ്പമാകും എന്നുള്ളതാണ് അൻവർ കരുതുന്നത്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ലീഗിന്റെ നേതാക്കളെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ പാണക്കാടേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ ഈ അൻവർ അറസ്റ്റിലായതിന് പിന്നാലെ UDF-ന്റെ നേതാക്കളുടെയൊക്കെ പ്രതികരണവും നമ്മൾ ശ്രദ്ധിച്ചതാണ്. വലിയ രീതിയിലുള്ള പിന്തുണ അൻവറിന്റെ ഈ ഒരു കാര്യത്തിൽ അൻവർ ഉയർത്തിക്കാട്ടിയ വിഷയത്തിലൊക്കെ UDF-ന്റെ നേതാക്കൾ നൽകിയിരുന്നു. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലും അൻവർ ഉയർത്തിക്കാട്ടിയ ജനകീയമായ വിഷയം പിന്തുണ അർഹിക്കുന്നതാണ് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതാണ്. ഒപ്പം അൻവറിനെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം അത് വലിയ തെറ്റാണെന്നും സർക്കാർ പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതും എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും UDF-ലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഒന്നായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അനൌദ്യോഗികമായി നേരത്തെയും ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഇരുവശത്തു നിന്നും ഒരു പിന്തുണ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യ കൂടിക്കാഴ്ച ഇത്തരത്തിൽ നടക്കുന്നത്. ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി PV Anwar കൂടിക്കാഴ്ച നടത്തുകയാണ്. വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ ഇരുവരും സംസാരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും.
പി വി അൻവറിനെയും കൊണ്ട് സാദിഖ് അലി തങ്ങൾ വീട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. അകത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. അല്പസമയം മുൻപാണ് പി വി അൻവർ MLA പാണക്കാട്ടെത്തിയത്. ലീഗ് നേതാക്കളുമായും കൂടിക്കാഴ്ച തന്നെയാണ് ലക്ഷ്യം. UDF പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ ഏറെക്കുറെ നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്ന് പി വി അൻവർ രാവിലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട്ടെ സന്ദർശനം. ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് പി വി അൻവർ MLAക്ക് പാണക്കാട്ട് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളും പി വി അൻവർ MLAയും കൂടി വീടിനകത്തേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപാൽ നൽകും. നന്ദു, ഇവരുടെയും കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഊഷ്മളമായ സ്വീകരണമാണ് പി വി അൻവറിന് ലഭിച്ചിരിക്കുന്നത്. ഇനി UDFലേക്കുള്ള പ്രവേശനത്തിന് ലീഗിന്റെ ഒരു പിന്തുണ അത് എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും ലീഗിന്റെ ഒരു പിന്തുണയോടുകൂടി UDFലേക്ക് പ്രവേശിക്കാം, UDFലേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ ഒരു തീരുമാനം എന്നുള്ളത് വ്യക്തമാണ്. ഇന്നലെ മുതൽ തന്നെ അൻവർ UDFന്റെ പിന്തുണ താൻ സ്വീകരിക്കും, UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ നടത്തിയ പ്രതികരണത്തിനും അൻവറിന് കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. അൻവർ ഉയർത്തിക്കാട്ടിയ ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കേണ്ടതാണ് എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ച് പറഞ്ഞ കാര്യം. ഒപ്പം UDFലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൂട്ടായി എടുക്കേണ്ടതാണ്. പക്ഷേ അനൌദ്യോഗികമായ ചില ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതായത് ഒരു തരത്തിലും പി വി അൻവറിനെ തള്ളിപ്പറയാതെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഇന്നലത്തെ പ്രതികരണം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ലീഗ് നേതാക്കളെ കാണുന്നതിന് വേണ്ടി പി വി അൻവർ പാണക്കാട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെ കണ്ട് ചർച്ച ചെയ്ത ശേഷം UDFലേക്കുള്ള പ്രവേശനത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ലീഗ് നേതാക്കളെ കണ്ട് UDFൽ ഒരു സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതായിരിക്കാം പി വി അൻവർ കരുതുന്നത്. അങ്ങനെ ലീഗ് നേതാക്കളുമായി ഒരു ചർച്ചയ്ക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി അദ്ദേഹം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ മാധ്യമങ്ങൾക്ക് നിലവിൽ പ്രവേശനമില്ല. ഇവരുമായി ചർച്ച ചെയ്ത് ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചർച്ചയ്ക്ക് ശേഷം എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്നുള്ളത് കൂടി ഉറ്റുനോക്കേണ്ട വിഷയമാണ്. ഏതായാലും ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. UDFലേക്ക് കൂടുതൽ മയപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ ഒക്കെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. നേരത്തെ നമുക്കറിയുന്നത് പോലെ UDFനെ വലിയ തോതിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ് പി വി അൻവർ. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തി തന്റെ നിലപാടുകളൊക്കെ മാറുന്നതാണ്. ഈ വിമർശനങ്ങളൊന്നും ഇരുമ്പുലൊക്കെ നേരത്തെയുള്ള സതീഷിന്റെ പ്രതികരണം നോക്കിയാലും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്നാണ് സതീഷിന് പറഞ്ഞത്. അതായത് മഞ്ഞുരുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാണക്കാട്ടെ സന്ദർശനത്തിന് പിന്നാലെ തന്നെ UDF പ്രവേശനത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുന്നു പറയാം. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, തീരുമാനം അറിയിക്കുക, അത് മാത്രം അവശേഷിക്കും. തീർച്ചയായും അത്തരത്തിലായിരിക്കും. പാണക്കാട് നിന്നും തന്നെ ആ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. UDFന്റെ പ്രമുഖ നേതാക്കളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ അൻവറിനെ തള്ളിപ്പറയാതെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലീഗിന്റെ കൂടെ ഒരു വലിയ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു UDFലേക്കുള്ള പ്രവേശനത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ അൻവർ പറഞ്ഞിരുന്നു, സതീശനുമായി താൻ സംസാരിച്ചതാണ്. ഇന്നലെ രാത്രി 10:30 സതീശനുമായി ഫോണിലൂടെ സംസാരിച്ചിരുന്നു എന്നുള്ളത് അൻവർ പറഞ്ഞു. പക്ഷേ അത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് തന്റെ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ, ഡയാലിസിസ് സെന്ററിലെ ഉപകരണങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സതീശൻ വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇതിലൊക്കെ അനുകൂലമായ ഒരു പ്രതികരണമാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ നേരത്തെ ഉണ്ടായ വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ ആ ഒരു ഒന്നാകാനുള്ള ഒരു തീരുമാനം സ്വീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അൻവർ പറഞ്ഞത് മുന്നണിയിലേക്കുള്ള പ്രവേശനം ഒന്നുമല്ല, തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനകീയ വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. LDF വലിയ തോതിൽ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെ പോരാടുന്നതിന് UDFന്റെ പിന്തുണ തനിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പാണക്കാട് എത്തി ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നത്. ഏതായാലും ചർച്ചയ്ക്ക് ശേഷം ഇവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അതിലുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ ഇവർ കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
യെസ് നന്ദു, ഇനിയപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ ലീഗ് വഴി കോൺഗ്രസ് നേതാക്കളുമായുള്ള ഒരു ഔദ്യോഗിക ചർച്ചയോ കൂടിക്കാഴ്ചയ്ക്കോ ഇവിടെയുണ്ടോ? ഒരുപക്ഷെ അത്തരത്തിലൊരു ചർച്ച കൂടെ നടക്കേണ്ടതുണ്ടാകും UDF-ലേക്കുള്ള പ്രവേശനം മുന്നോടിയായി. അത് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ലീഗിനൊറ്റയ്ക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നായി യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലീഗിന്റെ ഒരു പിന്തുണ അത് വലിയ കരുത്താകും അൻവറിന് UDF-ലേക്കുള്ള പ്രവേശനത്തിന് എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും രണ്ടാമത്തെ വലിയ ശക്തിയാണ് UDF ലീഗ്. ഒപ്പം മലപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ്. അപ്പോൾ ഇവരുടെ പിന്തുണ ലഭിക്കുന്ന ഘട്ടത്തിൽ അത് വലിയ രീതിയിൽ അൻവറിന് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുമായി തന്നെ ഒരു കൂടിക്കാഴ്ച നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സാദിഖ് അലി തങ്ങളുമായുള്ള PV അൻവർ MLA കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്.